നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ തോക്കുമെന്ന് ഭയന്നു പല പരിപാടികളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകളിൽ ഒന്നും തന്നെ എങ്ങനെ തോറ്റു എന്നതിനെക്കുറിച്ച് CPM-ന് ഒരു ധാരണയില്ല. ഇനിയിപ്പോ ഗ്രഹസന്ദർശനം, ജനകീയ പ്രചരണ ജാഥയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, KK ശൈലജ തുടങ്ങിയ ജനപ്രിയ മുഖങ്ങളെ ഇറക്കി മത്സരിപ്പിച്ച് അവരെയൊക്കെ മത്സരിപ്പിച്ചു. തോറ്റു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് ഒഴിച്ചു ചെയ്യാൻ പറ്റൂ. മലമ്പുഴയിലെ VS അച്യുതാനന്ദനെ തോൽപ്പിച്ചത് നമുക്ക് ഓർമ്മയില്ലേ? എന്തായാലും കൊള്ളാം, പുതിയ അടവുകൾ പയറ്റുന്നു. ആ കൂട്ടത്തിൽ ഒരു VS എഫക്റ്റ് കിട്ടാൻ വേണ്ടി ശ്രീ VA അരുൺകുമാറിനെ കൂടി രംഗത്തിറക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നത്. VA അരുൺകുമാറിനെ അറിയില്ലേ? ബഹുമാന്യനായ VS അച്യുതാനന്ദന്റെ മകനാണ് VA അരുൺകുമാർ. അച്ഛന്റെ ലേബൽ പിടിച്ചുകൊണ്ട്, അച്ഛന്റെ ചിത്രം അച്ചടിച്ചുകൊണ്ട്, അച്ഛന്റെ കാര്യങ്ങളൊക്കെ തന്നെ വിവരിച്ചുകൊണ്ട് VA അരുൺകുമാർ ഇറങ്ങിക്കഴിഞ്ഞാൽ VS-ന്റെ അത്രയും എഫക്റ്റ് കിട്ടില്ല എന്നാൽ പോലും ഒരു 10% വേണ്ട, ഒരു 20% കിട്ടും എന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു. ഇദ്ദേഹത്തെ കായംകുളത്തോ മലമ്പുഴയിലോ മത്സരിപ്പിക്കും എന്നുള്ള ചില സൂചനകളാണ് പുറത്തു വരുന്നത്. ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ നിന്നാണ് നിർദ്ദേശമുയർന്നത്. VS-ന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടു. അതുപോലെ VS-ന് പാർട്ടിക്കുപരി ഉണ്ടായിരുന്ന ജനപിന്തുണ മകനിലൂടെ വോട്ടാക്കി മാറ്റാനാണ് CPM ലക്ഷ്യമിടുന്നത്. നിലവിൽ IHRD AD ആണ്, അസിസ്റ്റന്റ് ഡയറക്ടറാണ് VA അരുൺകുമാർ. പാർട്ടി അംഗമല്ലെങ്കിലും അരുണിനെ മത്സരിപ്പിക്കുന്നതിൽ തടസ്സമില്ല. മത്സരിച്ചാൽ VS എഫക്ട് പ്രതിഫലിക്കും എന്ന് പാർട്ടി കണക്കാക്കുന്നു. കായംകുളത്താണ് പ്രഥമ പരിഗണന. പ്രതിഭ അവിടെ 2 തവണ MLA ആയതിനാൽ ഇളവ് നൽകിയാലേ ഇനി മത്സരിക്കാൻ സാധിക്കും. അതുകൊണ്ട് അവിടെ ഈ VA അരുൺകുമാറിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. VS ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ വെട്ടിനിരത്തി ഒതുക്കി, തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അദ്ദേഹത്തെ എണ്ണയിട്ട യന്ത്രം പോലെ പിടിച്ചുകൊണ്ടുവന്ന് എല്ലാ തെരഞ്ഞെടുപ്പിലും മുന്നിൽ നിർത്തി പ്രസംഗിപ്പിച്ചു. അദ്ദേഹത്തെ ചവിട്ടി ഒതുക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ, അധ്യക്ഷനൊക്കെ വെറുതെ ഒരു പദവി കൊടുത്തതാണ്. ഇത് തന്നെയാണ് ഈ പാർട്ടിക്ക് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ പാർട്ടിക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടി ആരെയും മുന്നിൽ നിർത്തും, ആരെയും കബളിപ്പിക്കും, ആരെ വേണമെങ്കിലും ചിരിച്ചു കാണിക്കും, ആരെ വേണമെങ്കിലും കൂടെ നിർത്തും. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് വർഗീയ പരാമർശമല്ല എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ രംഗത്ത് വന്നത് കണ്ടില്ലേ? അപ്പൊ തൽക്കാലം വെള്ളാപ്പള്ളിയെ വേണം, തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയില്ലേ? അപ്പം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും, ജനങ്ങളെ പറ്റിക്കാനും, ജനങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും ആരെങ്കിലും ഒക്കെ വേണം. അതുകൊണ്ടാണ് ഈ VA അരുൺകുമാറിനെ പോലുള്ള ആളുകളെ ഇങ്ങനെ വലിച്ചു കയറ്റുന്നത്. VA അരുൺകുമാറിന് VS അച്യുതാനന്ദന്റെ മകൻ എന്നുള്ളതല്ലാതെ എന്ത് രാഷ്ട്രീയ പരിചയമാണുള്ളത്? അദ്ദേഹം രാഷ്ട്രീയം കണ്ടിട്ടുണ്ടാകും. എന്ത് പാർലമെന്ററി പരിചയമുണ്ട്? എന്ത് സമരം ചെയ്ത് പരിചയമുണ്ട്? മുദ്രാവാക്യം വിളിച്ച് പരിചയമുണ്ട്? അദ്ദേഹം സർക്കാർ സംവിധാനത്തിൽ ഒരു ഉദ്യോഗസ്ഥനായി ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ, അച്ഛന്റെ ആ ഒരു രക്തത്തിലൂടെ കുറെ രാഷ്ട്രീയ ജീനുകൾ ഇനി വന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ബാന്ധവമുണ്ടോ? ജനങ്ങളുമായി എന്തെങ്കിലും തരത്തിൽ ഇടപഴകാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടോ? പറ്റുന്നുണ്ടോ? അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? ഞാൻ അരുൺകുമാറിനെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ പാർട്ടിയുടെ നയമാണ്. എന്തിനെങ്കിലുമൊക്കെ കാണിച്ച്, എന്തെങ്കിലുമൊക്കെ ബഹളം കൂട്ടി, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കിറ്റ് കൊടുത്ത്, ഇപ്പം എല്ലാം കൂട്ടും, ക്ഷേമനിധി പെൻഷൻ ഇപ്പൊ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ആകെ ഒരു ബഹളം ഉണ്ടാക്കി കുറെ വോട്ടിംഗ് പോരട്ടെ എന്നുള്ള നയം. അത് ഇത്തവണ 2026 നടക്കും എന്ന് തോന്നുന്നുമില്ല. അത്രയ്ക്കുണ്ട് സർക്കാരിനെതിരെയുള്ള ആ അവസ്ഥ. സർക്കാരിനും പാർട്ടിക്കും CPM-നും എതിരെയുള്ള ഒരു വലിയ ആ ജനരോഷം അത്ര